ഇന്ന് നമ്മൾ ചെയ്യുന്ന ചോദ്യം ഇതാണ്. ഉണ്ണിക്കുട്ടൻ കടയിൽ നിന്നും 4 മുട്ടയും 2 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങി. എന്നിട്ട് ഉണ്ണിക്കുട്ടൻ തന്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും കടക്കാരന് കൊടുത്തിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു, ബാക്കി 9 രൂപ നാളെ തരാം. അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായല്ലോ? നമുക്കൊന്നുകൂടെ ചോദ്യം നോക്കാം. ഉണ്ണിക്കുട്ടൻ കടയിൽ നിന്നും 4 മുട്ടയും 2 പാക്കറ്റ് ബിസ്ക്കറ്റുമാണ് വാങ്ങിച്ചത്. എന്നിട്ട് കടക്കാരനോട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് ബാക്കി 9 രൂപ നാളെ തരാം എന്നുള്ളതാണ്. ഉണ്ണിക്കുട്ടന്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും കടക്കാരനോട് പറഞ്ഞ എന്താണ്? ബാക്കി 9 രൂപ നാളെ തരാം. അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ആദ്യം ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത്, കടയിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് നോക്കാം. 4 മുട്ടയും 2 പാക്കറ്റ് ബിസ്ക്കറ്റുമാണ് വാങ്ങിച്ചത്. കടയിൽ നിന്നും 4 മുട്ടയും മേടിച്ചു, 2 പാക്കറ്റ് ബിസ്ക്കറ്റും വാങ്ങിച്ചു. നമുക്ക് ആദ്യം ഒരു മുട്ടയുടെ വില എത്രയാണെന്ന് നോക്കാം. ഒരു മുട്ടയുടെ വില സമം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഈ ഒരു ചിത്രം നോക്കൂ. ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു മുട്ടയ്ക്ക് 5 രൂപയാണ് എന്നുള്ളത്. ഒരു മുട്ടയുടെ വില എത്രയാണ്? 5 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഉണ്ണിക്കുട്ടൻ 4 മുട്ടയാണ് വാങ്ങിച്ചത്. അപ്പൊ 4 മുട്ടയുടെ വില എത്രയായിരിക്കും? 4 മുട്ടയുടെ വില എത്രയായിരിക്കും? 5 ഗുണിക്കണം 4 ആയിരിക്കും അല്ലെ? 5 ഗുണിക്കണം 4 എത്രയാണ്? 5 ഗുണിക്കണം 4 20 ആണ്. 20. ഇനി ഉണ്ണിക്കുട്ടൻ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില നോക്കാം നമുക്ക്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില എത്രയാണ്? ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് ഇവിടെ 7 രൂപയാണ്. 7 രൂപ. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് 7 രൂപ. ഇനി ഉണ്ണിക്കുട്ടൻ എത്ര പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്? 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ പൈസ എത്രയായിരിക്കും? 2 പാക്കറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റിന് 7 ആണ്. 7 ഗുണിക്കണം 2. 7 ഗുണിക്കണം 2 14 ആണ് അല്ലെ? 7 ഗുണിക്കണം 2 14 ആണ്. 14. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ആകെ പൈസ എത്രയായിരിക്കും? ആകെ പൈസ എന്ന് പറയുന്നത് ഉണ്ണിക്കുട്ടൻ കടക്കാരന് എത്ര പൈസ കൊടുക്കണം? ഇവിടെയുള്ള 20ഉം 4 മുട്ടയുടെ വിലയായ 20ഉം പിന്നെ 2 പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വിലയായ 14. അതായത് 20 കൂട്ടണം 14 ആണ് കൊടുക്കേണ്ടത്. 20 കൂട്ടണം 14 എത്രയാണ്? 34 ആണ്. 34 രൂപയാണ് ഉണ്ണിക്കുട്ടൻ കടക്കാരന് കൊടുക്കേണ്ടത്. 34 രൂപ. ഇനി ചോദ്യം നോക്കിയേ. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ എന്താണ്? ബാക്കി 9 രൂപ നാളെ തരാനാണ്. ബാക്കി 9 രൂപ നാളെ തരാം. ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ മുഴുവൻ പൈസയും ഉണ്ടായിട്ടില്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഉണ്ണിക്കുട്ടൻ 9 രൂപയും കൂടെ കടക്കാരന് കൊടുക്കാനുണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടൻ കൊടുത്ത പൈസ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു 34 നിന്ന് ഈ ഒരു 9 കുറച്ചാൽ മതി അല്ലെ? ഇനി കൊടുക്കേണ്ട തുക, ഉണ്ണിക്കുട്ടൻ ഇനി കൊടുക്കേണ്ട തുക കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇനി കൊടുക്കേണ്ട പൈസ ഈ ഒരു 34 നിന്ന് എന്ത് കുറച്ചാൽ മതി? 34 നിന്ന് ആ ഒരു 9 കുറച്ചാൽ മതി. 34 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എത്രയാണ്? 25 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 25. 25 രൂപയാണ് ഉണ്ണിക്കുട്ടൻ കടക്കാരന് കൊടുത്തത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം.